പിന്നെ പെരുമാറ്റവും വർത്താനവും ഒക്കെ ഡീസന്റ് ആയിരിക്കണം. വിമർശിച്ചിട്ടുള്ളതാണെങ്കിൽ എനിക്ക് പറ്റിയിട്ടുള്ള തെറ്റുകളൊക്കെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നല്ല കാര്യങ്ങൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. നീ നുണ പറഞ്ഞതല്ലേ എന്നാരും പറഞ്ഞു. ഇവിടുന്ന് ഇറങ്ങുമ്പോഴും ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യാൻ പോകുന്നത് വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വന്നിട്ട് എന്തെങ്കിലും ഒരു തരത്തിൽ ജാസ്മിൻ എന്ന് പറഞ്ഞൊരു വിളിയുണ്ട്. അപ്പൊ നമ്മളത് എന്തായാലും ഒരുപാട് മിസ് ചെയ്യും. അതിനതിന് പറയാനെന്താ, നമുക്ക് രോമാഞ്ചം അത്ര തന്നെ. ഭയങ്കരം തന്നെ. നല്ല ലൈഫൊക്കെ ആയിരുന്നു. എനിക്കിപ്പം ഒരു കഴിഞ്ഞ ഒരാഴ്ച എൻ്റെ അടുത്ത് ചോദിക്കുമായിരുന്നെങ്കിൽ എനിക്ക് എങ്ങനെയെങ്കിലും ആ വീട്ടിൽ നിന്ന് ഒന്ന് പോയാൽ മതി എന്നായിരുന്നു. ഓരോ മനുഷ്യന്മാരുടെ മനസ്സിന്റെ ഒരു വലിപ്പേ. എനിക്ക് എന്റെ വീടായിട്ടാണ് എനിക്ക് ആ വീട് ഫീൽ ചെയ്തിട്ടുള്ളത്. വന്നൊരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ വീടുമായിട്ട് ഭയങ്കരമായിട്ട് സിങ്ക് ആയിപ്പോയി. അപ്പം ഞാൻ നല്ല കുട്ടി ഒറ്റ മോളേ ഉള്ളൂ മതിലോ. ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ വീടുമായിട്ട് ഭയങ്കരമായിട്ട് സിങ്ക് ആയിപ്പോയി. അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ എങ്ങനെയാണോ അതുപോലെയാണ് ഞാൻ ആ വീട്ടിൽ നിന്നിട്ടുള്ളത്. എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എല്ലാം ഞാൻ എന്റെ ഭാഗത്ത് തന്നെ ആയിരുന്നു. എനിക്ക് ഇഷ്ടംപോലെ തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. മനുഷ്യനല്ലേ പൊള്ള തെറ്റുകളൊക്കെ പറ്റൂലേ. എന്നോട് തർക്കിക്കാൻ ഞാനില്ല. ഇതിലൊക്കെ ചില രീതികളും മര്യാദകളൊക്കെ ഉണ്ട്. താൻ ആദ്യം അതൊക്കെ പഠിച്ചിട്ട് വാ. ഇപ്പം ഞാൻ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് ആയാലും ഞാൻ ഇപ്പൊ എന്തിര് അങ്ങനെയൊക്കെ പറയുന്ന കുറെ പേർക്ക് ഇഷ്ടമല്ലാത്തവരൊക്കെ കാണും ഞാൻ പറയുന്ന പല കാര്യങ്ങളും. ഞാൻ ആദ്യം വന്നപ്പോഴൊക്കെ ഞാൻ വിചാരിച്ചെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എന്നെ ഇഷ്ടമാവുമെന്നാണ് ഞാൻ ശരിക്കും വിചാരിച്ചത്. കാരണം സാധാരണ നമ്മളെ ഇഷ്ടമുള്ള കുറെ എൻ്റെ ഒരു സംസാരമൊക്കെ ആയിട്ട് കുറെ ആൾക്കാർക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ ആദ്യമായിട്ട് മിണ്ടുന്നവർക്കാണെങ്കിലും ഭയങ്കര കാര്യമായിരിക്കും. അതിനകത്ത് ചെന്നപ്പോഴും ഞാൻ വിചാരിച്ചു എന്നെ ഇഷ്ടമാവും എന്നുള്ളത് അറിയാം. പിന്നെ എനിക്കറിയാം എനിക്ക് ദേഷ്യം വന്നാൽ ഞാൻ ഭയങ്കര അലമ്പാണെന്നുള്ളത്. എനിക്ക് ജിൻഡോ കാക്കാരെന്ന് പറഞ്ഞാൽ എനിക്ക് വന്നപ്പോ തൊട്ട് മനുഷ്യനെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളായിരുന്നു ഞാൻ. എനിക്ക് സന്തോഷമുള്ളൂ. കാരണം എനിക്ക് ഒരു സമയം കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ തന്നെ ഉണ്ടായിരുന്നു പുള്ളി ഇപ്പം ഒരു എവിക്ഷനിൽ വന്നാലും എനിക്കറിയാം പുള്ളി പോവില്ല എന്നുള്ളത്. ഇപ്പം ഈ ഒരു ലാസ്റ്റ് കേട്ടപ്പോൾ നമ്മൾ ലാസ്റ്റ് മൊമെന്റിലും എനിക്കൊരു ഗസ് ഉണ്ടായിരുന്നു പുള്ളി ആയിരിക്കും വരുന്നതെന്നുള്ളത്. പിന്നെ ഞാൻ പോകുന്നു. ബൈ ബൈ.